നമ്മുടെ ഏത്തപ്പഴമാണ് കേട്ടോ. ഏത്തപ്പഴം എനിക്ക് പേഴ്സണലി ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എനിക്ക് വണ്ണം വെക്കാനായിട്ട് മുട്ടയും പാലും ഏത്തപ്പഴമൊക്കെ ഡെയിലി കഴിച്ചു. ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാം, അല്ലെങ്കിൽ തീരെ മെലിഞ്ഞിരിക്കുന്നവർക്ക് എങ്ങനെ കുറച്ചുകൂടി വണ്ണം വെപ്പിച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അമിതവണ്ണമുള്ള ആൾക്കാർ കടന്നു പോകുന്ന ആ ഒരു വിഷമാവസ്ഥയുണ്ടല്ലോ, ആ ഒരു വിഷമാവസ്ഥയേക്കാൾ കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് നമ്മുടെ തീരെ സ്കെൽറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തൊക്കെ കഴിച്ചാലും വണ്ണം വെക്കാത്ത കുറച്ച് ആൾക്കാർ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു തീരെ വണ്ണം കുറഞ്ഞ ആൾക്കാർ അവരുടെ ഒരു മെയിൻ പ്രശ്നമാണ് അവർ എങ്ങനെയെങ്കിലും വണ്ണം വെക്കണം, തടി വെക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി കയ്യിൽ കിട്ടണമൊക്കെ വലിച്ചു വാരി കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് പലതരം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഒക്കെ പോകാറുണ്ട്. ഈ ഒരു വണ്ണം വെക്കുന്ന ആൾക്കാരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർ പച്ചവെള്ളം കുടിച്ചാൽ പോലും വണ്ണം വെക്കുന്ന ആൾക്കാരാണ്. ശ്രദ്ധിച്ചാലും മതി. പക്ഷേങ്കിൽ എന്തോരം ഫുഡ് കഴിച്ചാലും വണ്ണം വെക്കാത്ത ആൾക്കാരും ഒരു സൈഡിലുണ്ടെന്നുള്ളതാണ് സത്യത്തിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു 90% ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും വണ്ണം ഉള്ളവരെക്കാൾ കൂടുതൽ വണ്ണം കുറഞ്ഞവരാണ് ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലൂടെ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ണം കുറഞ്ഞവർ കൂടുതലായിട്ടും അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നീ ഒന്നും തിന്നുന്നില്ലേ, നിനക്ക് തിന്നാനും കുടിക്കാനും ഒന്നും തരുന്നില്ലേ, അത് നിനക്ക് വല്ല അസുഖമാണോ, ഈ ഡ്രസ്സ് നിനക്ക് ഇത്ര ചേരുന്നില്ല, കുറച്ചുകൂടി വണ്ണം ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു, അല്ലെങ്കിൽ നീ എവിടെയെങ്കിലും പിടിച്ച് നിൽക്കും, ഇപ്പോൾ പറന്നു പോകും, കാറ്റടിച്ചാൽ പറന്നു പോകും. ഇങ്ങനെ പലതരം വർത്തമാനങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ പരിഹാസങ്ങളും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഉപദേശങ്ങളും ഒക്കെ നമ്മൾ ഈ വണ്ണം കുറഞ്ഞവർക്ക് കിട്ടുന്ന ഒരു സ്ഥിരം പരിപാടികളാണ്. പണ്ട് എനിക്ക് തീരെ വണ്ണം ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു 4 ദിവസം അടുപ്പിച്ച്. അങ്ങനെ എനിക്ക് പനിയൊക്കെ വന്നിട്ട്, കാരണം എങ്ങനെയെങ്കിലും വണ്ണം വെക്കണം എന്ന ആഗ്രഹത്തോടു കൂടി അതും ഇതൊക്കെ ഞാൻ പണ്ട് ചെറുപ്പകാലത്തിൽ കുറേ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ആൾക്കാർ കളിയാക്കുകയാണ്. കാരണം നിനക്ക് പക്ഷേങ്കിൽ പറയുമ്പോൾ നിൻ്റെ ഈ ഒരു വണ്ണം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഈ ഒരു നല്ല ഭംഗിയുണ്ട്, ഇതിൻ്റെ സ്കെൽറ്റാ, പക്ഷേങ്കിൽ അത് പറഞ്ഞിട്ട് മാറി നിന്നിട്ട് അടുത്ത ടോപ്പിക്ക് പറയും. അതായത്, ഈ ഡ്രസ്സ് ഒട്ടും മാച്ചല്ല, കാരണം നോക്കിയേ കുറച്ചുകൂടി വണ്ണം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ, നീ എന്നാടി ഇങ്ങനെ ഇരിക്കണം, നീ എന്നെ ഒന്നും കഴിക്കാറില്ലേ, നിനക്ക് വീട്ടുകാരൊന്നും തരാറില്ലേ, ഇങ്ങനെ തുടങ്ങുകയാണ് ഈ വണ്ണം കുറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോരോ ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഈ വണ്ണം വെച്ചാലും നമ്മുടെ ഈ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ്, വണ്ണം വെച്ചാൽ വണ്ണം വെച്ചതിനെ പറ്റിയുള്ള പ്രശ്നമാണ്. നീ ഏത് റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിക്കുന്നു, നിനക്കൊരു അടിത്തറ വയറ്, നിനക്കൊരു അടിത്തറ, ഇങ്ങനെ എന്ത് തീറ്റ തിന്നാണ്, ഇങ്ങനെ വണ്ണം വെച്ചാൽ പ്രശ്നം, വണ്ണം വെച്ചില്ലേലും പ്രശ്നം. നമ്മുടെ മലയാളികളുടെ ഒരു ഇതാണത്. അത് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. എന്തൊക്കെ കഴിച്ചിട്ടും വണ്ണം വെക്കുന്നില്ല, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും വണ്ണം വെക്കുന്നില്ല എന്നുള്ള കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ. അതായത്, നമ്മൾ വണ്ണം വെക്കാനായിട്ട് ഭക്ഷണം കഴിക്കേണ്ട രീതികളുണ്ട്. നമ്മൾ ഒരുപാട് വണ്ണം വെക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണം കഴിക്കേണ്ട രീതി ഒന്ന് മാറ്റണം. രണ്ട്, നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ചിലർ വണ്ണം വെച്ച ആൾക്കാർ കഴിക്കുന്നതിൻ്റെ ഇരട്ടി ഫുഡ് നമ്മൾ ഈ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർ കഴിക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു 2 പ്ലേറ്റ് ഫുഡൊക്കെ കഴിക്കാറുണ്ട്, എന്നാലും വണ്ണം വെക്കില്ല. അപ്പം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം എങ്ങനെ കഴിക്കുന്നു എന്നതിലാണ് കേട്ടോ കാര്യം. എങ്ങനെ കഴിക്കുന്നു, എന്തൊക്കെ ഫുഡ് കഴിക്കുന്നു എന്നതിലാണ് കാര്യം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വണ്ണം കുറഞ്ഞ ആൾക്കാർ കൂടുതലും 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. ശ്രദ്ധിച്ചാലും മതി. രാവിലെ, ഉച്ചയ്ക്കും വൈകുന്നേരം നല്ല പോലെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു പരിപാടി നിർത്തണം. 3-4 മണിക്കൂർ ഇടവിടുമ്പോൾ ഫുഡ് കഴിക്കുക. പിന്നെ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ഫുഡ് കഴിക്കണം, അതാണ് നമ്മൾ ഒന്ന് നോക്കേണ്ടത്. നമ്മൾ വണ്ണം കുറഞ്ഞ് മെലിഞ്ഞിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് പ്രോട്ടീൻസ് കൂടുതലുള്ള ഫുഡാണ് കേട്ടോ കഴിക്കേണ്ടത്. പ്രോട്ടീൻസ് കൂടുതലുള്ള ഫുഡ് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരം കുറച്ച് പുഷ്ടിപ്പെടാനും കുറച്ച് വണ്ണം വെക്കാനായിട്ടൊക്കെ നല്ലൊരു ഹെൽപ്ഫുള്ളാണ് ഈ പ്രോട്ടീനുള്ള ഫുഡ് കഴിക്കുന്നത് വഴി കിട്ടുന്നത്. ഇനി നമുക്ക് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം അല്ലേ. അതായത് അണ്ടിപ്പരിപ്പ്, ചീസ്, മുട്ട, പിന്നെ നമ്മുടെ ചിക്കൻ, ബീഫ്, ഇതുപോലെയുള്ള ഐറ്റംസിലൊക്കെ പ്രോട്ടീൻ ഒരുപാടുണ്ട്. അപ്പോൾ അത് കഴിക്കുന്നത് വഴി നമുക്ക് അത്യാവശ്യം വണ്ണം വെക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ, നമുക്ക് പാല് 2 നേരം കുടിക്കുന്നത് നമുക്ക് വണ്ണം വെക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പാലെന്ന് പറഞ്ഞാൽ അമിതമായി കൊഴുപ്പടങ്ങിയ പാലല്ല കേട്ടോ. നമ്മുടെ സാധാ പാല് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് 2 നേരം കുടിക്കുക. പിന്നെ പാലിൻ്റെ സ്മൂത്തികൾ, പിന്നെ നമ്മുടെ ഷെയ്ക്കൊക്കെ കുടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ദിവസം 1 നേരമെങ്കിലും ഷെയ്ക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട അത്യാവശ്യം ഒരു വണ്ണം നമുക്ക് കിട്ടും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുട്ടയാണ്. ഡെയിലി മുട്ട കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് വണ്ണം വെക്കാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ മുട്ടയും പാലും ഇറച്ചിയും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്തിയാൽ നമുക്ക് വണ്ണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തടി വെക്കാനായിട്ട് ഏറ്റവും നല്ല സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഏത്തപ്പഴമാണ് കേട്ടോ. ഏത്തപ്പഴം എനിക്ക് പേഴ്സണലി ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എനിക്ക് വണ്ണം വെക്കാനായിട്ട് മുട്ടയും പാലും ഏത്തപ്പഴമൊക്കെ ഡെയിലി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലപോലെ തടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മുട്ട, പാല്
കഴിക്കുന്നതല്ലാതെ നമുക്ക് ഏത്തപ്പഴം കഴിച്ചാൽ വണ്ണം വെക്കും. ഏത്തപ്പഴം ചെറിയ പീസായിട്ട് നുറുക്കിയിട്ട് നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നെയ്യ് ഒഴിച്ച ശേഷം അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ടിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റുന്ന രീതിയിൽ, ഒന്ന് ഫ്രൈ അടിക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കുക കേട്ടോ. ഇങ്ങനെ ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത്യാവശ്യം നല്ല തടി ഉണ്ടാവും കേട്ടോ. അത് 100% ഗ്യാരണ്ടിയാണ്. ഈ ഒരു ഫുഡ് ഏത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പോലെ തടി ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഈ ഏത്തപ്പഴം ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ടും പിന്നെ നമ്മുടെ ഡെയിലി മുട്ടയും പാലൊക്കെ കഴിക്കുന്നത് കൊണ്ടും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ നമുക്ക് അത്യാവശ്യം വെയിറ്റ് കൂടാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫുഡ് മാത്രം കഴിച്ചാൽ പോരാ, നമ്മളെപ്പോഴും നമ്മുടെ ആരോഗ്യത്തെപ്പറ്റി ശ്രദ്ധിക്കണം. ഇങ്ങനെ നമുക്ക് വണ്ണം വെക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് മീൻസ് ഡെയിലി കുറച്ച് ദൂരം നടന്നാലും മാത്രം മതി കേട്ടോ. ഒരുപാട് വർക്കൗട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഡെയിലി കുറച്ച് ദൂരം നടക്കുക. കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ചിലർക്കാണെങ്കിലും പുതുതായിട്ട് വണ്ണം വെക്കാനായിട്ട് ഫുഡ് കഴിച്ചു തുടങ്ങുമ്പോൾ വിശപ്പ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, വിശപ്പ് ഉണ്ടാവാറില്ല, ചിലപ്പോൾ കഴിക്കാനേ തോന്നാറില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം നടന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല പോലെ വിശന്ന് കഴിയുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണോ ആ ഫുഡ് നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിനുള്ള ആവശ്യത്തിനുള്ള വർക്കൗട്ടും ആകും, നമുക്ക് അടുത്ത ഫുഡ് കഴിക്കാനായിട്ട് നല്ലപോലെ വിശക്കുകയും ചെയ്യും. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ കലോറി കൂടുതലുള്ള ഫുഡുകൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പച്ചക്കറികളാണെങ്കിൽ തന്നെ നമുക്ക് ക്യാരറ്റ് കഴിക്കാം, പിന്നെ നമുക്ക് മധുരക്കിഴങ്ങ് കഴിക്കാം, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കഴിക്കുന്നത് നമുക്ക് വണ്ണം കൂട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ, ഡെയിലി ഓട്സ് കഴിക്കുന്നത് പാലിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ടോ അല്ലാതെയൊക്കെ നമ്മൾ ഓട്സ് കഴിക്കുന്നത് നമുക്ക് ശരീരഭാരം വർദ്ധിക്കാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജങ്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ വണ്ണം വെക്കുന്നത് അല്ലേ. ഈ ഒരു ഫാസ്റ്റ് ഫുഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നമ്മുടെ പിസ്സ, ബർഗർ, മന്തി പോലെയുള്ള കുറേ ഫാസ്റ്റ് ഫുഡുകളുണ്ട്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വണ്ണം വെക്കും. വണ്ണം വെക്കുകയും വയറച്ചടയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ചില ആൾക്കാരിൽ ഈ ഒരു സാധനം കഴിച്ചാലും വണ്ണം വെക്കാറില്ല കേട്ടോ. ഈ ഒരു സാധനം കഴിച്ചാലും വണ്ണം വെക്കാറില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, അവർക്ക് വയറിലോ കുടലോ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരിക്കാം ഒന്ന്. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് വഴി ഒരിക്കലും നമുക്ക് വയറ് ചാടും എന്നല്ലാതെ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രോപ്പറായിട്ട് നമുക്ക് ഒരിക്കലും വണ്ണം വെക്കത്തില്ല. ഞാൻ ഒരിക്കലും ജങ്ക് ഫുഡ് കഴിക്കുന്നത് തെറ്റാണെന്നല്ല കേട്ടോ പറയുന്നത്. ജങ്ക് ഫുഡ് കഴിക്കണം, നമ്മൾ അത്യാവശ്യം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഇപ്പോഴത്തെ ഒരു കാലത്തെ പെൺകുട്ടികൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവർക്ക് എക്സ്ട്രാ വളർച്ചയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിയിലധികം ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൊള്ളത്തില്ല. പിന്നെ നമുക്ക് വണ്ണം വെക്കുന്നതും വണ്ണം വെക്കാത്തതും ഒക്കെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചിരിക്കും കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓക്കെ നാളെ തൊട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങാം, പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാം, എത്രയും പെട്ടെന്ന് എനിക്ക് വണ്ണം വെക്കണം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഒറ്റയടിക്ക് നമ്മൾ ഭക്ഷണത്തിന്റെ അളവ് ഒരിക്കലും കൂട്ടരുത് കേട്ടോ. ഇത് നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കിയാൽ പിന്നീട് നമുക്ക് ഭക്ഷണത്തോട് വിരക്തി വരെ തോന്നാനായിട്ടുള്ള ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 3 നേരം കഴിക്കാതെ 2-3 മണിക്കൂർ ഇടവേളകൾ ഇടവിട്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ ഈ ഇടവേള സമയങ്ങളിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനായിട്ട്, നമ്മുടെ നട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മുടെ ഈന്തപ്പഴം, അതുപോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് നമുക്ക് വെയിറ്റ് കുറച്ചും കൂടി കൂട്ടാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫുഡും കഴിച്ചാലും നമ്മൾ കഴിക്കുന്ന രീതിയെയും കഴിക്കുന്ന ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ശരീരത്തിൽ ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും, ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വണ്ണം കൂട്ടാനും പറ്റും. പക്ഷെ കഴിക്കുന്ന ഫുഡുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് വണ്ണം കുറയുന്നതും കൂടുന്നതും. പിന്നെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ വർക്കൗട്ടുകളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ജീവിതശൈലി അനുസരിച്ചിട്ടായിരിക്കും എപ്പോഴും നമ്മുടെ ശരീരത്തിന് വണ്ണം വെക്കുന്നതും വണ്ണം കുറയുന്നതും ഒക്കെ. എങ്ങനെയെങ്കിലും എന്തെങ്കിലും കഴിച്ച് വണ്ണം വെക്കാന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന പ്രശ്നമാണ് നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല. അപ്പോൾ വിശപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഡെയിലി കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വിശപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ആവശ്യത്തിന് കഴിക്കാനും പറ്റും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ പഴമക്കാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് എങ്ങനെയാണ് വെള്ളം കുടിക്കുക. ഭക്ഷണം നമ്മൾ വണ്ണമുള്ളവർ മെലിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് മുമ്പ് അവർ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ വയറ് പകുതി നിറഞ്ഞിട്ടുണ്ടാവും. നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ പെട്ടെന്ന് വയറ് നിറഞ്ഞ ഫീൽ ഉണ്ടാവും. നമുക്ക് കുറച്ച് ഭക്ഷണം പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുവഴി അവർക്ക് വണ്ണം കുറയാനായിട്ടും വയറ് കുറയാനായിട്ടൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അതേസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ണം വെക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കരുത് കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഇടയ്ക്ക് മാത്രം കുറച്ച് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം വെള്ളം കുടിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ എന്തുമാത്രം ഫുഡ് കഴിച്ചാലും നമുക്കത് ശരീരത്തിൽ പിടിക്കത്തുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ക്ഷമയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനം. നമ്മൾ ഇത്രയും ക്ഷമിക്കാമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ഷമിക്കാം. നമ്മൾ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒക്കെ നമ്മൾ ഇത് കഴിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ നമുക്ക് ഒരിക്കലും നമ്മുടെ വണ്ണം
കൂടത്തില്ല, വെയിറ്റും കൂടത്തില്ല. നമ്മൾ ഒരു മാക്സിമം നമ്മൾ 1 മാസം അല്ലെങ്കിൽ 1.5 മാസം ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് കുറച്ച് മാറ്റം വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ആഹാരം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പും ആ 1 മാസം കഴിഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം കാണാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ ഗേൾസിനെ അപേക്ഷിച്ചിട്ട് ചിലർ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് കുമാരി കൽപ്പമൊക്കെ പോലെ കുറേയധികം ലേഹ്യങ്ങൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ. ഈ ഒരു ലേഹ്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ഒരിക്കലും നമ്മൾ ഡോക്ടറോട് ചോദിക്കാതെ ഇതുപോലെയുള്ള ലേഹ്യങ്ങൾ വാങ്ങിച്ച് കഴിക്കരുത് കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വണ്ണം വെക്കാനല്ലേ നമ്മുടെ മുഖത്തിന് കുറച്ച് തുടിപ്പ് ഉണ്ടാകാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ലേഹ്യങ്ങൾ കഴിക്കുന്നത് വഴി നമുക്ക് തൈറോയിഡ് പോലെയുള്ള ചില അസുഖങ്ങളൊക്കെ പെർമനൻ്റ് ആയിട്ട് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വണ്ണം വെക്കാനല്ലേ നമ്മുടെ ശരീരം കുറച്ചും കൂടെ ഒന്ന് തുടുത്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെർമനൻ്റ് ആയിട്ട് കുറച്ച് മറ്റ് അസുഖങ്ങളും കൂടെ നമുക്ക് കിട്ടുന്നുള്ളതാണ് കേട്ടോ ഗ്യാരണ്ടി. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതുപോലെയുള്ള ലേഹ്യങ്ങൾ കഴിക്കാതിരിക്കുക കേട്ടോ. നമ്മൾ ഡോക്ടർമാരോട് ചോദിച്ചിട്ട് മാത്രം ലേഹ്യങ്ങളൊക്കെ കഴിക്കുക കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വണ്ണം വെക്കാനായിട്ടുള്ളവർ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതുവരെ വണ്ണം വെച്ചിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ വണ്ണം കൂട്ടാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ വെയിറ്റ് എത്രയാണെന്ന് അറിഞ്ഞിട്ട് 1.5 മാസം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ചെയ്തിരിക്കും കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് കൂടി നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ലേശം തടിയൊക്കെ വെച്ച് തുടങ്ങും കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, മുട്ടയും പാലും ഏത്തപ്പഴവും നിങ്ങൾ കഴിക്കുന്നത് വഴി നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവാനായിട്ട് നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഏത്തപ്പഴം നെയ്യുമായിട്ട് കഴിക്കുന്നത് നിങ്ങൾക്ക് ശരീരം പുഷ്ടിപ്പെടാനൊക്കെ നല്ലതാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിട്ടും വണ്ണം ഒന്നും തീരെ വെക്കുന്നില്ല എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഏത്തപ്പഴം നെയ്യും ചേർത്തിട്ട് കഴിക്കുക കേട്ടോ. നെയ്യും പഞ്ചസാരയും മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ അടിക്കണ പോലെ ആക്കിയിട്ട് കഴിക്കുക. പിന്നെ മുട്ടയും പാലൊക്കെ ഡെയിലി 2 നേരം കഴിക്കുക. മുട്ടയല്ല കേട്ടോ, പാല് 2 നേരം കഴിക്കുക. അപ്പോൾ ഇനി നിങ്ങൾ പഴങ്കഞ്ഞിക്ക് പിന്നാലെ ഒന്നും വണ്ണം വെക്കാനായിട്ട് ഓടി നടക്കണ്ട. നിങ്ങളുടെ ഫുഡിൽ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് കുറച്ച് വ്യായാമം, കുറച്ച് നടക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അയ്യോ ഞാൻ മെലിഞ്ഞതാണല്ലോ, അയ്യോ എനിക്ക് വണ്ണമില്ലല്ലോ, അങ്ങനെയുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് പരിഹാരം കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.